കോൺഗ്രസ് അംഗത്വം ലഭിച്ചതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗുസ്തി താരങ്ങൾ. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ തലവനും ബി.ജെ.പി നേതാവുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ ലൈംഗിക പീഡന കേസിനെ പരാമർശിച്ച് വിനേഷ് ഫോഗട്ട് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുനീർ മനസ്സിലാക്കിയത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. ഇതെന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമാണ്. മറ്റ് അത്ലറ്റുകൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതിനാൽ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നത്. വെള്ളിയാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വീട്ടിലെത്തി കണ്ട ശേഷം പാർട്ടി ആസ്ഥാനത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. നോർത്തേൺ റെയിൽവേയിൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും രാജിവെച്ചാണ് വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശം. ഗുസ്തി താരങ്ങൾക്ക് നീതി കിട്ടുന്നതിനായി ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ പോരാട്ടം തുടരുമെന്നും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടപ്പോൾ ബി.ജെ.പി IT സെൽ അത് ആഘോഷമാക്കിയിരുന്നുവെന്നും ബജ്രംഗ് പുനിയ ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയും രാജ്യത്തെയും ശക്തിപ്പെടുത്താനായി തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിനേഷും ബജ്രംഗ് പുനിയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന. ഇരുവരും തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയതോടെ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാകും. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.